السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സാദാത്തുക്കളെ, ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട ഉസ്താദന്മാരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹീത ധന്യമായ ഈ മാസത്തിൽ ഒട്ടേറെ സദാത്തുക്കളും ആലിമീങ്ങളും അണിനിരന്ന ഈ ഗ്രൂപ്പിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ സർവാധിപനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷതകൾ വിവരിച്ചുകൊണ്ടുള്ള പഠനാർഹവും ചിന്തനീയവുമായ ഒട്ടേറെ ക്ലാസുകൾ നമ്മുടെ ഗ്രൂപ്പിലൂടെ നടന്നുവല്ലോ. എന്നാൽ ഇന്ന് വൃത്തി, ശുദ്ധി എന്നതിനെ സംബന്ധിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടുകൂടെ കാണുന്ന ഒന്നാണ് വൃത്തി എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അൻ-നദാഫത്തു മിനൽ ഈമാൻ. നദാഫത്ത്, വൃത്തി, അത് ഈമാനിൽ പെട്ടത് തന്നെയാണ്. അത്തഹൂർ ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. ഈ രണ്ട് ഹദീസിൽ നിന്ന് തന്നെ നമുക്കിതിന്റെ ഗൗരവം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സദാ വൃത്തിയും ശുദ്ധിയും എപ്പോഴും സൂക്ഷിക്കുന്നവനായിരിക്കണം. കേവലം അവന്റെ ശരീരത്തിൽ മാത്രമല്ല, അവൻ ധരിക്കുന്ന വസ്ത്രത്തിൽ മാത്രമല്ല, ആന്തരികമായ ആത്മീയമായ ശുദ്ധിക്ക് ഇസ്ലാം വളരെ ഏറെ പ്രാമുഖ്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ വുളൂഇന് ശേഷമുള്ള ദുആയിൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീൻ വജ്അൽനി മിനൽ മുതതഹ്ഹിരീൻ. പടച്ചവനെ, എന്നെ നീ തൗബ ചെയ്യുന്നവരിലും എന്നെ നീ ശുദ്ധിയുള്ളവരിലും ആക്കി തീർക്കണേ, നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. അല്ലാഹു ശുദ്ധിയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമാണ്. സദാസമയം ശുദ്ധിയോടുകൂടെ നടക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ അവനെ തൊട്ട് നീക്കുകയും അവനിക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ വൃത്തി കേവലം അവന്റെ ശരീരത്തിൽ മാത്രമല്ല, അവന്റെ വസ്ത്രത്തിൽ മാത്രമല്ല, അവനുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലും, അവന്റെ പരിസരം, അവന്റെ വീട്, റോഡ് തുടങ്ങി അവൻ ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലും ഈ വൃത്തി സൂക്ഷിക്കൽ വളരെ ഏറെ അനിവാര്യമാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ധാരാളം സുഗന്ധം ഉപയോഗിച്ചിരുന്നതായി കാണാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ തന്റെ സമ്പത്ത് ചെലവഴിക്കുന്നതിനേക്കാൾ ഉപരി സുഗന്ധം വാങ്ങുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിരുന്നു, ചെലവഴിച്ചിരുന്നു. ഒരാൾ സുഗന്ധം പുരട്ടുന്നതിലൂടെ അവനിക്ക് മാത്രമല്ല, അവന്റെ പരിസരത്തും അതുപോലെ തന്നെ അവനുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലയിലും അതിൻ്റെതായ സുഗന്ധവും അതിൻ്റെതായ ആ പരിമളവും അവിടെയൊക്കെ അവരിലേക്കൊക്കെ എത്തിച്ചേരുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കണം അവന്റെ സമീപനം, അവന്റെ പെരുമാറ്റം എന്നർത്ഥം. അവന്റെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. ഈമാനിന് ധാരാളം ശാഖകളുണ്ട്.
അതിലേറ്റവും ചെറുതാണല്ലോ ഇമാത്തുൽ അദാ അനിത്തരീഖ്, വഴിയിൽ നിന്നുള്ള തടസ്സങ്ങൾ, മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ളത്. 4 വിധത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പഴയകാല ഉസ്താദന്മാരെന്നൊക്കെ കേട്ടതുപോലെ ഒടി, ഉരുട്ട്, മാട്ട്, ചത. ഒടി, ഉരുട്ട്, മാട്ട്, ചത. ഒടി എന്ന് പറഞ്ഞാൽ ഒടിക്കുക. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിലേക്ക് അവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വല്ല കൊമ്പോ ചുള്ളുകളോ മറ്റോ തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ ആ കൊമ്പുകൾ ഒടിക്കുക. അതുപോലെ തന്നെ ഉരുട്ടി എന്ന് പറഞ്ഞാൽ ഉരുട്ടുക. വല്ല കുന്നും പ്രദേശത്ത് അതല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ മറ്റോ കല്ലുകളോ മറ്റോ നിൽക്കുന്നുവെങ്കിൽ അതിനെ ഉരുട്ടി ഭദ്രമായി താഴേക്കിടുക. മാട്ട്, മാടുക. മാടുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പാടത്തിലൂടെ നടക്കുന്ന സമയത്ത് നെൽക്കതിരുകളും മറ്റുമൊക്കെ ആളുകൾക്ക് പോകുന്ന വഴിയിൽ തടസ്സമായി ചാഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അതൊക്കെ മാടി ഉള്ളിലേക്കാക്കുക. ചത എന്ന് പറഞ്ഞാൽ ചതക്കുക. വല്ല മരത്തിന്റെ കുറ്റികളോ കമ്പുകളോ പൊന്തി നിൽക്കുന്നുവെങ്കിൽ അതിൽ ആരുടെയെങ്കിലും കാല് തറച്ചാൽ, നടന്നു പോകുന്ന സമയത്ത് കാല് തറച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഉള്ള കമ്പുകളും കുറ്റികളും എന്ത് ചെയ്യുക, അത് കല്ലുകൊണ്ടോ മറ്റോ എടുത്ത് ചതച്ച് അതിനാലുണ്ടാവുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീക്കുക. അപ്പൊ ഈ രീതിയിൽ ജനങ്ങൾക്കു കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കണം അവന്റെ സമീപനം, അവന്റെ ജീവിതം. ഇതൊക്കെ നമ്മുടെ വൃത്തിയായി സൂക്ഷിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. നമ്മുടെ പരിസരങ്ങളൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇസ്ലാം നിർദ്ദേശിച്ച ഒന്നാണല്ലോ കുളി എന്നുള്ളത്. ആ കുളി നിർബന്ധമാകുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല ഒരുപാട് സന്ദർഭങ്ങളിൽ കുളിയെ സുന്നത്തായി നിശ്ചയിച്ചിട്ടുണ്ട്. കേവലം ചില ചടങ്ങുകളെക്കാൾ ഉപരി അതൊരു ആരാധനയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന, സൂക്ഷിക്കേണ്ടുന്ന, അനുവർത്തിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇസ്ലാം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും വൃത്തിയും ഏറ്റവും ശുദ്ധി വേണ്ടത് നിസ്കരിക്കുന്ന സമയത്താണ്. കാരണം അള്ളാഹുവിനോടുള്ള ഒരു മുനാജാത്താണ്. നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാകുവാനും ഒരു നശാത്ത്, ഒരു ഉന്മേഷമുണ്ടാകുവാനും വൃത്തി വളരെ ഏറെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അവനിക്കുള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും മുന്തിയ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം അവൻ നിസ്കരിക്കേണ്ടത്. ഇന്ന് നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ പുറത്തേക്കോ മറ്റോ പോകുമ്പോൾ നല്ല മുന്തിയ വസ്ത്രം ധരിക്കും. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഏതെങ്കിലും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാലും മതി എന്ന ലാഘവത്തോടുകൂടെയാണ് നമ്മൾ അതിനെ കാണാറുള്ളത്. നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്ന സ്വഹാബിയുടെ മുഷിഞ്ഞ വസ്ത്രം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, അതല്ല, നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റു വസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ആ വസ്ത്രം ധരിച്ചു വരാൻ വേണ്ടി അവരെ പറഞ്ഞേക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മൻ നളുഫ തൗബുഹു സാല ഹമ്മുഹു വമൻ ത്വാബ റീഹുഹു സാദ അഖലുഹു. ആരുടെയെങ്കിലും വസ്ത്രം നല്ല വൃത്തിയുള്ളതായാൽ അവന്റെ ഹമ്മ്, അവന്റെ മനപ്രയാസം, അവന്റെ ടെൻഷനുകളൊക്കെ നീങ്ങിപ്പോകും. ഇന്ന് ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന പ്രയാസമാണ് അവന് മാനസികമായ സംഘർഷം, ടെൻഷനുകൾ. അതിന് റസൂലുള്ളാഹി തങ്ങൾ നിർദ്ദേശിച്ച നിർദ്ദേശം അവൻ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. വമൻ ത്വാബ റീഹുഹു സാദ അഖലുഹു. ആരുടെയെങ്കിലും വാസന നല്ല തീബുള്ളതായാൽ, നല്ല സുഗന്ധമുള്ളതായാൽ
അവൻ്റെ ബുദ്ധി വികാസമുണ്ടാകും, ബുദ്ധി വർദ്ധിക്കും. നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ശരി, നമ്മൾ അവരെ വൃത്തിയുള്ള വസ്ത്രമേ ധരിപ്പിക്കാവൂ, ഉടുപ്പിക്കാവൂ. മാത്രമല്ല കുട്ടികളുടെ ബുദ്ധി വികാസത്തിന് നാം അവരെയും എപ്പോഴും സുഗന്ധം ഉപയോഗിക്കുന്ന രീതിയിലാക്കണം. പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. അത്തറിന്റെ പഞ്ഞിയിൽ അത്തർ മുക്കി കുട്ടികളുടെ ചെവിടുകളൊക്കെ വെച്ചു കൊടുക്കുമായിരുന്നു, എപ്പോഴും ഒരു സുഗന്ധം ഉണ്ടാകുന്നതിന് വേണ്ടി. അതൊക്കെ അവരുടെ ബുദ്ധി വികാസത്തിന് കാരണമാകുന്ന ഒന്നായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. വൃത്തിയുള്ള ഒരു ശരീരത്തിൽ നിന്ന് ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാവുകയുള്ളൂ. വൃത്തിയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹം രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. ആരോഗ്യത്തിന്റെ നിലനിൽപ്പിനും അത് നിലനിർത്താനും വൃത്തി വളരെ ഏറെ അനിവാര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ദഈഫ്. ബലഹീനനായ വിശ്വാസിയേക്കാൾ അള്ളാഹുവിനക്ക് ഇഷ്ടം ശക്തിയുള്ള ഖവിയ്യായ മുഅ്മിനെയാണ് അള്ളാഹുവിനക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. രണ്ടുപേരും വിശ്വാസികളാണെങ്കിലും അള്ളാഹുവിന് ഇഷ്ടം ആരോഗ്യമുള്ള വിശ്വാസിയെയാണ്. കാരണം അവന്റെ ആരോഗ്യമെന്ന് പറഞ്ഞത് അവന്റെ തടിമിടുക്ക് കാണിക്കുവാനോ അതല്ലെങ്കിൽ കായിക ബലം കാണിക്കുവാനോ വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന് ആരാധനാ കർമ്മങ്ങൾ ആനന്ദത്തോടുകൂടെ ഉന്മേഷവാനായി അവനിക്ക് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കണമെങ്കിൽ അവനിക്ക് ആരോഗ്യം വേണം. ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ നിന്ന് അത്തരത്തിലുള്ള ആരാധനകൾ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള മുഅ്മിനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആരോഗ്യം നിലനിർത്താനും ഈ വൃത്തി വളരെ ഏറെ അനിവാര്യമാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആകയാൽ ഇസ്ലാം വളരെ പ്രാമുഖ്യത്തോടുകൂടെ കാണുന്ന ഒന്നാണ് വൃത്തി, ശുദ്ധിയും. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.